ഗൾഫ് ഫോക്കസിലേക്ക് വിശദമായി. കെനിയിലുണ്ടായ ബസ് അപകടത്തിൽ 5 മലയാളികൾക്ക് ദാരുണാന്ത്യം. നിരവധി പേർക്ക് പരിക്കേറ്റു. വടക്കിഴക്കൻ കെനിയയിലെ നാൻറ്ററുവ പ്രവിശ്യയിലാണ് അപകടമുണ്ടായത്. പരിക്കേറ്റവരെ വിദഗ്ധ ചികിത്സയ്ക്കായി നെയ്റോബിയിലേക്ക് എയർലിഫ്റ്റ് ചെയ്തു. ഖത്തറിൽ നിന്ന് കെനിയയിലേക്ക് വിനോദയാത്രയ്ക്ക് പോയ സംഘം സഞ്ചരിച്ച ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. കനത്ത മഴയിൽ നിയന്ത്രണം വിട്ട ബസ് 100 മീറ്റർ താഴ്ചയുള്ള കൊക്കയിലേക്ക് മറിയുകയായിരുന്നു. തൃശൂർ വെങ്കിടങ്ങ് സ്വദേശിനി ജസ്ന കുട്ടിക്കാട്ടുചാലിൽ 1.5 മാസം പ്രായമായ മകൾ റൂഫി മെഹറിൻ, ഖത്തറിൽ സ്ഥിരതാമസമായ കൊച്ചി സ്വദേശിനി ഗീത ഷോജി ഐസക്, പാലക്കാട് കോങ്ങാട് സ്വദേശി റിയ ആൻ, മകൾ 8 വയസ്സുള്ള ടൈറ എന്നിവരാണ് മരിച്ച മലയാളികൾ. സാരമായി പരിക്കേറ്റ ഷോജി ഐസക്കിനെ ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കി. ഗുരുതരമായി പരിക്കേറ്റ 10 പേരെ വിദഗ്ധ ചികിത്സയ്ക്കായി നെയ്റോബിയിലേക്ക് എയർലിഫ്റ്റ് ചെയ്യാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. പരിക്കേറ്റ മറ്റുള്ളവരെ റോഡ് മാർഗം എത്തിക്കും. 14 മലയാളികളാണ് സംഘത്തിലുണ്ടായിരുന്നത്. ന്യൂസ് ഡെസ്ക് 24. കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ ഖത്തറിലെ ദോഹയിൽ നിന്ന് അൻവർ പാലേരി ചേരുന്നുണ്ട്. അൻവർ, ഈ സംഘം എപ്പോഴായിരുന്നു ഖത്തറിൽ നിന്ന് വിനോദയാത്രയ്ക്കായി പുറപ്പെട്ടത്? എന്തൊക്കെയാണ് അവിടെ ലഭ്യമാകുന്ന വിവരങ്ങൾ? അൻവർ. ഡോക്ടർ ഉന്മേഷ്, ജൂൺ 6 ഖത്തറിൽ നിന്ന്, പെരുന്നാൾ ദിനമായ ജൂൺ 6 ഖത്തറിൽ നിന്നും പുറപ്പെട്ട് ജൂൺ 10 അതായത് നാളെ തിരിച്ചെത്താനിരിക്കെയാണ് സംഘം ദാരുണമായ ഇത്തരമൊരു അപകടത്തിൽപ്പെട്ടത്. നമുക്കൊക്കെ അറിയാവുന്നതുപോലെ വളരെ വേദനാജനകമായ വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കെനിയയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ നമുക്ക് 2 കുട്ടികൾ, അതായത് 1.5 വയസ്സും 8 വയസ്സും പ്രായമുള്ള 2 കുട്ടികൾ അപകടത്തിൽപ്പെട്ടു എന്നത് വളരെ വേദനാജനകമായ വാർത്തയാണ്. അതായത് നാളെ, അതായത് ഇന്നാണ് ഖത്തറിൽ ഈദ് അവധി കഴിഞ്ഞ് ഖത്തറിലെ ഓഫീസുകളൊക്കെ ഇന്നു മുതൽ പ്രവർത്തന സജ്ജമായി. നാളെ ജോലിയിൽ തിരിച്ചെത്താം എന്ന് ആഗ്രഹിച്ച് അത്തരമൊരു ലക്ഷ്യത്തോടെ ഖത്തറിൽ നിന്നും പുറപ്പെട്ടവരാണ് ഇപ്പോൾ ഇത്തരമൊരു ദാരുണമായ അപകടത്തിൽപ്പെട്ട് ജീവനില്ലാതെ തിരിച്ചു വരുന്നത് എന്നത് വളരെ ഖേദകരമാണ്. 58 വയസ്സുള്ള ഗീതയാണ്, തിരുവനന്തപുരം സ്വദേശിനിയാണ്. ഭർത്താവും ഒരു മകനുമായി, ഒരു മകൻ നാട്ടിലുണ്ട്, മറ്റൊരു മകനും ഭർത്താവുമായിട്ടാണ് ഈ സംഘം പോയത്. അവരിവിടെ ഹോപ്പ് ഖത്തർ എന്ന് പറയുന്ന ഭിന്നശേഷിക്കാരായ കുട്ടികളെ പരിശീലിപ്പിക്കുന്ന ഒരു സ്ഥാപനത്തിലെ ജീവനക്കാരിയാണ്. അതുപോലെ തന്നെ മാർത്തോമ ചർച്ചിൽ സൺഡേ ക്ലാസ്, വെള്ളിയാഴ്ചയാണ് ഇവിടെ നാട്ടിൽ സൺഡേ ക്ലാസ് എന്ന് പറയുമെങ്കിലും ഇവിടെ സൺഡേ ക്ലാസ് നടക്കുന്നത് വെള്ളിയാഴ്ച അവധി ദിവസമാണ്. അവിടെ വളരെ സജീവമായ സാംസ്കാരിക പ്രവർത്തനങ്ങളിലും മത സാംസ്കാരിക രംഗങ്ങളിലൊക്കെ വളരെ സജീവമായ ഒരു വനിതയാണ്. ഒരുപാട് കുട്ടികൾ ഈ മരണം ഇപ്പോഴും ഉൾക്കൊള്ളാനാവാത്ത അവസ്ഥയിലാണ്. അവരൊക്കെ ദുഃഖം കടിച്ചുപിടിച്ച് ഇപ്പോഴും ഈ വാർത്തയുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ഇനിയും പരിക്കേറ്റ കുറെ ആളുകൾ അവിടെ ആശുപത്രിയിലുണ്ട്. നമുക്കറിയാം, കെനിയയിലായതുകൊണ്ട് തന്നെ നമുക്കൊക്കെ ബന്ധപ്പെടാൻ വളരെ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടിരുന്നു. ഇന്നലെ രാത്രി തന്നെ വിവരം അറിഞ്ഞു. നിരവധി മലയാളികൾ അപകടത്തിൽപ്പെട്ടു എന്നുള്ള വിവരം നമുക്ക് ലഭിച്ചിരുന്നുവെങ്കിലും ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം ലഭിച്ചിരുന്നില്ല. ഇന്ന് ഉച്ചയോടെയാണ് ഇത് സംബന്ധിച്ച സ്ഥിരീകരണം നമുക്ക് ലഭിക്കുന്നത്. ഉമേഷ്. ശരി അൻവർ. ഖത്തറിൽ ദോഹയിൽ നിന്ന് അൻവർ പാലേരിയാണ് ഇപ്പോൾ വിവരങ്ങൾ നൽകിയത്. കെനിയയിൽ നടന്ന വാഹനാപകടത്തിൽ ഉറ്റവർ നഷ്ടപ്പെട്ടതിന്റെ ഞെട്ടലിലാണ് മരിച്ച മലയാളികളുടെ കുടുംബങ്ങൾ. കൊച്ചിയിലെ ഗീതയും പാലക്കാട് മണ്ണൂരിലെ റിയയും മകൾ ടൈറയും ഇനി തിരിച്ചുവരില്ലെന്ന് വിശ്വസിക്കാൻ ബന്ധുക്കൾക്ക് ഇനിയും ആയിട്ടില്ല. വർഷങ്ങളായി ഖത്തറിലെ താമസക്കാരാണ് ഗീതയും കുടുംബവും. നാട്ടുകാർക്ക് ഏറെ പ്രിയപ്പെട്ടവർ. ആഴ്ചകൾക്ക് മുൻപാണ് ഗീത കൊച്ചിയിലെ മക്കളുടെ വീട്ടിലെത്തുന്നത്. കൊച്ചുമകനോട് യാത്ര പറഞ്ഞ് കെനിയയിലേക്ക് കഴിഞ്ഞ ദിവസമാണ് ഗീതയും ഭർത്താവും മകനും വിനോദയാത്ര പോയത്. ആക്ച്വലി മമ്മി അവർ പറയുന്ന ഡെഡ് ഓൺ ദ സ്പോട്ട് ആയിരുന്നു. ടോട്ടലി അൺഎക്സ്പെക്റ്റഡ് ആണ്. ഇപ്പോൾ പപ്പയും എൻ്റെ അനിയനും അവിടെ ഹോസ്പിറ്റലുണ്ട്. അവരാണെങ്കിൽ 2 പേർക്കും ഫ്രാക്ചേഴ്സ് ഉണ്ട്. നമ്മളെല്ലാം ആക്ച്വലി ഖത്തർ ബേസ്ഡ്. അപ്പം നമ്മൾ പുറത്താണ് വളർന്ന്. പപ്പയും മമ്മിയും ഇപ്പോഴും ഖത്തറിലാണ് ജോലി. എൻ്റെ അനിയനും ജോലി അവിടെ തന്നെയാണ്. അവർ ഈ ട്രിപ്പ് ഖത്തറിൽ നിന്ന് തന്നെയാണ് പോയത്, ഒരു ഗ്രൂപ്പ് ടൂറായിട്ട്. അപകടത്തിൽ ഭർത്താവിനും മകനും പരിക്കുപറ്റിയിട്ടുണ്ട്. നമുക്ക് ആദ്യം കിട്ടിയ ഒരു ഇൻഫർമേഷൻ ആണെങ്കിൽ ലേബിൾ മാത്രം സ്റ്റേബിൾ, പപ്പ മമ്മനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ല എന്നാണ്. അപ്പോൾ ആ ഏരിയ പേരും കൊണ്ട് നമ്മൾ ഗൂഗിളിൽ മൊത്തം സെർച്ച് ചെയ്തായിരുന്നു, ഹോസ്പിറ്റൽസ് അറൗണ്ട് ഏരിയ. പിന്നെ നൈറ്റ് മൊത്തം എല്ലാ ഹോസ്പിറ്റലിലും വിളിച്ച് ഇതുപോലെ ഷോജി ഐസക് ഈ ഏജും ഗീത ഐസക് ഈ ഏജും ഉണ്ടോന്നും ചോദിച്ചായിരുന്നു. റിയയും മകൾ ടൈറയും മരിച്ചതിന്റെ വിറങ്ങലിലാണ് പാലക്കാട് മണ്ണൂരുകാർ. 6 വർഷം മുൻപാണ് റിയ ഭർത്താവും കോയമ്പത്തൂർ സ്വദേശിയുമായ ജോയലിനൊപ്പം ഖത്തറിലേക്ക് പോയത്. അപകടത്തിൽ ജോയലിനും മകൻ ഡ്രാവിസിനും പരിക്കേറ്റിട്ടുണ്ട്. ഏതാണ്ട് ഒരു 3 ദിവസത്തിനകം തന്നെ
ഇങ്ങോട്ട് മൃതദേഹം എത്തിക്കാനുള്ള സംവിധാനം നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. മരിച്ച റിയയുടെ ഭർത്താവും ഒരു കുട്ടിയും ഹോസ്പിറ്റലൈസേഷനാണ്. പക്ഷേ അപകടനില തരണം ചെയ്തു എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് റിയയുടെ സഹോദരൻ അങ്ങോട്ട് തിരിച്ചിട്ടുണ്ട്. വളരെ വിഷമകരം ദാരുണമായ സംഭവമാണ് നടന്നത്. ഇന്നലെ വൈകുന്നേരം 6 മണിയോടുകൂടിയാണ് ഇവിടെ നാട്ടിൽ അല്ലെങ്കിൽ വീട്ടുകാരും അറിയുന്നത്. ഇന്ന് കാലത്ത് 11 മണിയോടുകൂടിയാണ് റിയയും അതുപോലെ തന്നെ ടൈറയും മരണമടഞ്ഞു എന്നുള്ള വിവരം നമ്മൾക്ക് ഇവിടെ കിട്ടുന്നത്. ഗീതയുടെ മൃതദേഹം നാട്ടിലെത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. 24 കൊച്ചി. ഓസ്ട്രിയയിലെ ഗ്രാസ് നഗരത്തിൽ സെക്കൻഡറി സ്കൂളിൽ ഉണ്ടായ വെടിവയ്പിൽ 10 പേർ കൊല്ലപ്പെട്ടു. വെടിയേറ്റവരിൽ അധ്യാപകരും വിദ്യാർത്ഥികളും ഉൾപ്പെടുന്നുണ്ട്. അക്രമി സ്വയം വെടിയുതിർത്ത് ജീവനൊടുക്കിയെന്ന് പോലീസ് അറിയിച്ചു. ഓസ്ട്രിയയുടെ തെക്കൻ നഗരമായ ഗ്രാസിലെ സ്കൂളിലാണ് രാവിലെ വെടിവയ്പുണ്ടായത്. വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും വെടിയേറ്റു. 10 പേർ കൊല്ലപ്പെട്ടതായി ഗ്രാസ് മേയർ അറിയിച്ചു. പരിക്കേറ്റ പലരുടെയും നില ഗുരുതരമാണ്. വെടിവയ്പ്പിന് ശേഷം ശുചിമുറിയിൽ ഒളിച്ച അക്രമി ആത്മഹത്യ ചെയ്തു. തോക്കുധാരി സ്വയം വെടിവെക്കുകയായിരുന്നുവെന്നാണ് റിപ്പോർട്ട്. തുടർച്ചയായ വെടിവയ്പ് ശബ്ദത്തെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി സ്കൂളിൽ ഉണ്ടായിരുന്നവരെ സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറ്റി. തലസ്ഥാനമായ വിയന്നയിൽ നിന്ന് 200 കിലോമീറ്റർ അകലെയുള്ള ഗ്രാസ് രാജ്യത്തെ 2ാമത്തെ വലിയ നഗരമാണ്. വിദ്യാലയങ്ങൾ കൊലക്കളമാകുന്നത് വേദനാജനകമെന്ന് യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വാൻഡർ ലൈൻ. ആക്രമണത്തിൽ വിദ്യാർത്ഥികൾ കൊല്ലപ്പെട്ടത് ദേശീയ ദുരന്തമെന്ന് ചാൻസലർ ക്രിസ്ത്യൻ സ്റ്റോക്കർ. ഇന്റർനാഷണൽ ഡെസ്ക് 24. പുതിയ ഉംറ സീസൺ ആരംഭിച്ചു. ഉംറ തീർത്ഥാടകർക്ക് നാളെ മുതൽ സൗദിയിൽ ഇറങ്ങാം. 2026 ഏപ്രിൽ വരെ പുതിയ സീസൺ നീണ്ടു നിൽക്കും. ഹജ്ജ് കർമ്മങ്ങൾ പൂർത്തിയായതിനു പിന്നാലെയാണ് പുതിയ ഉംറ സീസൺ ആരംഭിച്ചത്. ഹജ്ജിനെ തുടർന്ന് നിർത്തിവച്ചിരുന്ന ഉംറ വിസ ഇന്നു മുതൽ വീണ്ടും അനുവദിച്ചു തുടങ്ങി. 2026 മാർച്ച് 20 വരെ വിദേശ തീർത്ഥാടകർക്ക് ഉംറ വിസ ഇഷ്യൂ ചെയ്യും. നാളെ മുതൽ വിദേശ ഉംറ തീർത്ഥാടകർക്ക് സൗദിയിലേക്ക് വരാം. പുതിയ സീസണിൽ 2026 ഏപ്രിൽ 3 വരെ വിദേശ ഉംറ തീർത്ഥാടകർക്ക് സൗദിയിൽ ഇറങ്ങാനുള്ള അനുമതിയുണ്ട്. 2026 ഏപ്രിൽ 18 വിദേശ ഉംറ തീർത്ഥാടകർക്ക് സൗദിയിൽ നിന്ന് മടങ്ങാനുള്ള അവസാന തീയതി. തീർത്ഥാടകർ മടങ്ങുന്നതോടെ പുതിയ ഹജ്ജ് സീസൺ ആരംഭിക്കുകയും ചെയ്യും. 3 മാസം വരെ സൗദിയിൽ കഴിയാവുന്ന ഉംറ വിസയാണ് അനുവദിക്കുന്നത്. അതേസമയം ഹജ്ജിനെ തുടർന്ന് നിർത്തിവച്ചിരുന്ന ആഭ്യന്തര തീർത്ഥാടകരുടെ ഉംറയും നാളെ പുനരാരംഭിക്കും. നുസുക്ക് ആപ്പ് വഴി ഉംറയ്ക്ക് ബുക്ക് ചെയ്യാനുള്ള സൗകര്യം വീണ്ടും ലഭ്യമായി തുടങ്ങി. ഇതിനു പുറമെ ഹജ്ജിനെ തുടർന്ന് നിർത്തിവച്ചിരുന്ന 1 വർഷത്തെ മൾട്ടിപ്പിൾ വിസിറ്റ് വിസയും ഇപ്പോൾ അനുവദിച്ചു തുടങ്ങി. അനധികൃത ഹജ്ജ് തീർത്ഥാടകരെ തടയുന്നതിന്റെ ഭാഗമായാണ് ഉംറ വിസകൾക്കും ടൂറിസ്റ്റ് വിസകൾക്കും വിസിറ്റ് വിസകൾക്കുമെല്ലാം നിയന്ത്രണം ഏർപ്പെടുത്തിയത്. ജലീൽ കണ്ണമംഗലം, 24, ജിദ്ദ. കേരള തീരത്ത് അപകടത്തിൽപ്പെട്ട സിംഗപ്പൂർ ചരക്ക് കപ്പൽ വാൻഹായ് 503 തീയണയ്ക്കാനുള്ള ശ്രമം ഫലം കാണുന്നു. പൂർണ്ണമായി നിയന്ത്രണ വിധേയമാക്കാൻ ആയിട്ടില്ലെങ്കിലും തീ കുറഞ്ഞിട്ടുണ്ട്. കാണാതായ 4 നാവികർക്കായി തിരച്ചിൽ തുടരുകയാണ്. ആശ്വാസതീരം തൊട്ടില്ലെങ്കിലും പ്രതീക്ഷ നൽകുന്നതാണ് ഏറ്റവും ഒടുവിൽ കോസ്റ്റ് ഗാർഡ് പങ്കുവച്ച ദൃശ്യങ്ങൾ. കപ്പലിൽ തീ കുറഞ്ഞു, കറുത്ത പുക ഉയരുന്നുണ്ട്. പൂർണ്ണമായി തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള തീവ്രശ്രമം തുടരുകയാണ്. ഇതിനായി 6ഓളം കോസ്റ്റ് ഗാർഡ് വെസൽ അപകടസ്ഥലത്ത് തുടരുന്നുണ്ട്. കപ്പൽ 15 ഡിഗ്രിയോളം ചരിഞ്ഞത് ആശങ്ക വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പൂർണ്ണമായും കപ്പൽ മുങ്ങാതിരിക്കാനുള്ള നടപടികളാണ് നേവിയും കോസ്റ്റ് ഗാർഡും ചെയ്യുന്നത്. എന്ത് തരത്തിൽ കൊണ്ടാണ് ഈ അപകടം ഉണ്ടായത്? അത് ഹ്യൂമൻ എറർ ആണോ, അല്ല നാച്ചുറൽ കലാമിറ്റി ആണോ, അതല്ലോ ടെക്നിക്കൽ പ്രോബ്ലം ആണോ, എന്ത് തരത്തിലുള്ളതാണെന്ന് അവർ കണ്ടെത്തിയിട്ട് അത്തരം കാര്യങ്ങൾ ആവർത്തിച്ച് ഇത്തരം നഷ്ടം ഉണ്ടാവാതിരിക്കാൻ നടപടികൾ കപ്പൽ കമ്പനികൾ കൈക്കൊള്ളണം. കപ്പലിൽ നിന്ന് രക്ഷപ്പെട്ടെത്തിയ നാവികരിൽ 6 പേർ ആശുപത്രിയിൽ തുടരുന്നുണ്ട്. ഇതിൽ 2 പേരുടെ നില ഗുരുതരമാണ്. 24, കൊച്ചി. ബഹിരാകാശത്തേക്കുള്ള ഇന്ത്യൻ സ്വപ്നത്തിന് ദൂരം കുറയുന്നു. ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരി ശുഭാൻശു ശുക്ല ഉൾപ്പെട്ട ആക്സിയം 4 ദൗത്യം ബുധനാഴ്ച ഇന്ത്യൻ സമയം വൈകിട്ട് 5:30 1984 രാകേഷ് ശർമ്മയ്ക്ക് ശേഷം ബഹിരാകാശത്തേക്ക് പറക്കുന്ന ഇന്ത്യക്കാരനാകും ശുഭാൻശു ശുക്ല. നാല് പതിറ്റാണ്ടുകൾക്ക് ശേഷം ബഹിരാകാശത്തെത്തുന്ന 2ാമത്തെ ഇന്ത്യക്കാരനാകാൻ ഒരുങ്ങുകയാണ് ഉത്തർപ്രദേശിലെ ലക്നൌ സ്വദേശിയായ ശുഭാംശു ശുക്ല. നാസ, ISRO, ആക്സിയം സ്പേസ് എന്നിവയുടെ സംയുക്ത ദൗത്യമാണിത്.
നാസയുടെ കെനഡി സ്പേസ് സെന്ററിൽ നിന്നാണ് വിക്ഷേപണം. 14 ദിവസം ശുഭാംശു ശുക്ല ബഹിരാകാശ നിലയത്തിലുണ്ടാകും. ഇന്ത്യയുടെ ഗഗൻയാൻ, ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ ദൗത്യങ്ങളിൽ വൈദഗ്ധ്യം നേടാനുള്ള അവസരമായാണ് ISRO ശുഭാംശുവിന്റെ യാത്രയെ കാണുന്നത്. ഗഗൻയാൻ ദൗത്യത്തിനുള്ള പരിശീലനം പൂർത്തിയാക്കാൻ അമേരിക്കയുമായി ധാരണയിലെത്തിയ പ്രകാരമാണ് ഈ ദൗത്യം. ഗഗൻയാൻ യാത്രികരിൽ 4 പേരിൽ ഒരാളാണ് ശുഭാംശു. ഇന്ത്യൻ വ്യോമസേന ഗ്രൂപ്പ് ക്യാപ്റ്റനായ ശുഭാംശുവിനെ 2019 ISRO ബഹിരാകാശ യാത്രാ പരിശീലനത്തിനായി തെരഞ്ഞെടുത്തത്. ഫൈറ്റർ പൈലറ്റായി 2006 ശുഭാംശു ഇന്ത്യൻ വ്യോമസേനയിൽ ചേർന്നത്. മിഗ്, സുഖോയ്, ഡോണിയർ തുടങ്ങിയ വിമാനങ്ങൾ പറത്തുന്നതിൽ വിദഗ്ധൻ. 715 കോടി രൂപയാണ് ശുഭാംശുവിന്റെ യാത്രയ്ക്കായി ഇന്ത്യ ചെലവിടുന്നത്. ന്യൂസ് ഡെസ്ക് 24. ഓപ്പറേഷൻ സിന്ദൂർ വിശദീകരിക്കാൻ വിദേശ രാജ്യങ്ങളിൽ പര്യടനം നടത്തിയ സംഘങ്ങളുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി. പ്രധാനമന്ത്രി പ്രതിനിധി സംഘത്തിലെ അംഗങ്ങളെ അഭിനന്ദനം അറിയിച്ചു. അനൗപചാരിക കൂടിക്കാഴ്ചയെന്ന് ഡോക്ടർ ശശി തരൂർ MP അറിയിച്ചു. താൻ വ്യക്തിപരമായി തയ്യാറാക്കിയ റിപ്പോർട്ട് പ്രധാനമന്ത്രിക്ക് നൽകിയെന്നും ശശി തരൂർ MP പറഞ്ഞു. നന്നായിരുന്നു. 10-40 ആൾക്കാരുണ്ടായിരുന്നു. എല്ലാ ഡെലിഗേഷൻ അംഗങ്ങളുണ്ടായിരുന്നു. ഞങ്ങളോടൊക്കെ സംസാരിച്ചു. അങ്ങനെ ഒരു അവസരമായിരുന്നു. പക്ഷേ ഇതൊരു സോഷ്യൽ ഒക്കേഷൻ, ഒരു ഫോർമൽ മീറ്റിംഗ് ആയിട്ട് കാണരുത്. എല്ലാവർക്കും നന്ദി പറയാനാണ് അദ്ദേഹം ഞങ്ങളെ ക്ഷണിച്ചത്. ഞാൻ എൻ്റെ റിപ്പോർട്ടും കൊടുത്തു. എൻ്റെ അറിവിൽ 2-3 ഡെലിഗേഷൻസ് ഇതുപോലെ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടെന്ന്. പക്ഷേ അതിനെക്കുറിച്ച് സംസാരിക്കാനൊരു അവസരമായിരുന്നില്ല അത്. അദ്ദേഹം വായിച്ചു നോക്കട്ടെ. എല്ലാവരും അദ്ദേഹത്തോട് പറഞ്ഞത് എല്ലാ രാജ്യത്തിലും ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു ഈ ജനപ്രതിനിധികളെ ഇങ്ങനെ അയക്കുന്നത്. അത് ഇനിയും ഭാവിയിൽ ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, സമ്മതിച്ചു. ഓസ്ട്രേലിയയിലെ മെൽബണിൽ വാഴക്കുളം കലൂർക്കാട് സ്വദേശി രമ്യ ജിൻഡോ അന്തരിച്ചു. 40 വയസ്സായിരുന്നു. കഴിഞ്ഞ 2 വർഷമായി മസ്തിഷ്ക അർബുദം ബാധിച്ച് ചികിത്സയിലായിരുന്നു. കലൂർക്കാട് കൊട്ടാരത്തിൽ വീട്ടിൽ ജിൻഡോ ആണ് ഭർത്താവ്. മരിയ, മാരിയറ്റ് എന്നിവരാണ് മക്കൾ. സംസ്കാരം പിന്നീട് നടക്കും. ജനാധിപത്യത്തിന്റെ അടിത്തറ പോലും തകർക്കുന്ന ചില പ്രവണതകൾക്കിടയിൽ യഥാർത്ഥ ജനാധിപത്യ വിശ്വാസികൾ വളരെയധികം ജാഗ്രത പാലിക്കണമെന്ന് KPCC വൈസ് പ്രസിഡന്റ് VT ബൽറാം. നാം ചെയ്യുന്ന വോട്ടുകൾ പോലും ഉദ്ദേശിക്കുന്ന ആൾക്ക് തന്നെയാണോ പോകുന്നതെന്ന് പോലും സംശയിക്കേണ്ടി വരുമെന്ന സാഹചര്യമാണെന്ന് ബൽറാം പറഞ്ഞു. ഇൻഗാസ് ഖത്തർ യൂത്ത് വിംഗ് കമ്മിറ്റിയുടെ വാർഷികാഘോഷം യൂത്ത് ബീറ്റ്സ് 2025 മുഖ്യാതിഥിയായി പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു VT ബൽറാം. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന മിടുക്കരായ കുട്ടികളെ കണ്ടെത്തിയവർക്ക് പ്രോത്സാഹനം നൽകുക എന്ന ലക്ഷ്യത്തോടെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഓർമ്മയ്ക്കായി നടപ്പിലാക്കുന്ന കരുതൽ കാരുണ്യ പദ്ധതിയുടെ ഉദ്ഘാടനവും VT ബൽറാം നിർവഹിച്ചു. വിവിധ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ച മലയാളികളെ ചടങ്ങിൽ ആദരിച്ചു. നിർധന കുടുംബങ്ങളിൽ നിന്നുള്ള കുട്ടികൾക്ക് 201 കോടി രൂപയുടെ സ്കോളർഷിപ്പ് വിതരണം ചെയ്ത് കോൺഫിഡന്റ് ഗ്രൂപ്പ് സ്ഥാപകനും ചെയർമാനുമായ ഡോക്ടർ റോയ് CJ. 201 കുട്ടികൾക്കാണ് സ്കോളർഷിപ്പ് ലഭിച്ചത്. കേരളത്തിലും കർണാടകയിൽ നിന്നുമുള്ള തിരഞ്ഞെടുക്കപ്പെട്ട 201 കുട്ടികൾക്കാണ് പഠന സഹായത്തിനുള്ള തുക നൽകിയത്. ഗവൺമെന്റ് അംഗീകൃത സ്കൂളുകളിലെ 8 മുതൽ 10ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികളിൽ നിന്ന് മികവ് പുലർത്തുന്നവരെ തിരഞ്ഞെടുത്താണ് സ്കോളർഷിപ്പ് നൽകിയത്. കുടുംബത്തിന്റെ വാർഷിക വരുമാനം 5 ലക്ഷം രൂപയിൽ താഴെയുള്ളവരെയും മുൻവർഷ പരീക്ഷയിൽ 80% മുകളിൽ മാർക്ക് കരസ്ഥമാക്കിയവരെയുമാണ് സ്കോളർഷിപ്പിന് പരിഗണിച്ചതെന്ന് അധികൃതർ അറിയിച്ചു. ഓരോ കുട്ടിക്കും അവരുടെ സ്കൂൾ ഫീസ് മുഴുവനായും അല്ലെങ്കിൽ 5 ലക്ഷം രൂപ വരെയുമാണ് നൽകിയത്. ഒരു കുടുംബത്തിൽ നിന്ന് പരമാവധി 2 കുട്ടികളെയാണ് പരിഗണിച്ചത്. ഇതൊരു കോർപ്പറേറ്റ് സഹായ ഫണ്ടല്ല എന്നും സ്വന്തം കുടുംബത്തിന്റെ ഫണ്ടിൽ നിന്നെടുത്ത തുകയാണ് ഇതിനായി പരിഗണിച്ചതെന്നും ഡോക്ടർ റോയ് CJ പറഞ്ഞു. കൂടുതൽ കുട്ടികളിലേക്ക് സഹായം എത്തിക്കാനാണ് പദ്ധതിയെന്നും അടുത്ത അധ്യയന വർഷം സ്കോളർഷിപ്പ് നൽകുന്ന കുട്ടികളുടെ എണ്ണം 300 ഉയർത്തുമെന്നും അധികൃതർ വ്യക്തമാക്കി. 24 ദുബായ്. സംഗീത സംവിധായകൻ ജോൺസൺ മാസ്റ്റർക്ക് ആദരമായി സംഗീത പരിപാടി തുവാനത്തുമ്പികൾ എന്ന പേരിൽ ദുബായ് ഫോക്ലോർ തിയേറ്ററിലാണ് പരിപാടി നടന്നത്. പിന്നണി ഗായകരായ സുദീപ് കുമാർ, കലാഭവൻ സാബു, ചിത്ര അരുൺ, യമുന മാത്യു, UAE പ്രശസ്ത ഗായകനായ അഭി വേങ്ങര തുടങ്ങിയവർ ഗാനങ്ങൾ അവതരിപ്പിച്ചു. രാജീവ് പിള്ളയായിരുന്നു പരിപാടിയുടെ സംവിധാനം. രജീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള ഓർക്കസ്ട്രയും പരിപാടിക്ക് മാറ്റുകൂട്ടി. UAE വിവിധ മേഖലകളിൽ പ്രാവീണ്യം തെളിയിച്ച 31 ഒരുമ ഐക്കോണിക് സ്റ്റാർസ് അവാർഡും പരിപാടിയിൽ വിതരണം ചെയ്തു. ഗൾഫ് ഫോക്കസിലേക്ക് തിരികെ. പോരാട്ടച്ചൂടിൽ നിലമ്പൂർ. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ UDFന് പിന്തുണ പ്രഖ്യാപിച്ച വെൽഫെയർ പാർട്ടി തീരുമാനത്തെ ചൊല്ലി വാക്പോര്. വർഗീയ ശക്തികളുടെ കേന്ദ്രീകൃത രൂപമായി UDF മാറിയെന്ന് CPIM. എന്നാൽ LDFനുള്ള PDP പിന്തുണയെ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ന്യായീകരിച്ചു. ജമാഅത്തെ ഇസ്ലാമി നേതാക്കളുമായി മുഖ്യമന്ത്രി ചർച്ച നടത്തിയിട്ടുണ്ട് എന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ മറുപടി.
ജമാഅത്ത് ഇസ്ലാമിയുടെ രാഷ്ട്രീയ പാർട്ടിയായ വെൽഫെയർ പാർട്ടി തിരഞ്ഞെടുപ്പിൽ UDF-നെ പിന്തുണയ്ക്കുമെന്ന് പ്രഖ്യാപിച്ചത് ഇന്നലെയാണ്. തൊട്ടു പിന്നാലെ വിവാദം. വെൽഫെയർ പാർട്ടി നിലപാട് CPIM പ്രചാരണായുധമാക്കുകയാണ്. ഈ കൂട്ടുകെട്ടിന്റെ പ്രത്യാഘാതം നിലമ്പൂരിൽ ഉണ്ടാകുമെന്നും CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. വർഗീയതയ്ക്കെതിരായിട്ട് ഒരു അക്ഷരം മുണ്ടാൻ അവർക്ക് അവകാശമില്ലാത്ത രീതിയിൽ വർഗീയ ശക്തിയുടെ കൂട്ടുകെട്ടായിട്ട് UDF മാറിയിരിക്കുകയാണ്. അതിന് തീർച്ചയായിട്ടും ഈ നിയോജകമണ്ഡലം ഉൾപ്പെടെ കേരളത്തിലുടനീളം അതിൻ്റെ ഒരു പ്രത്യാഘാതം അവരനുഭവിക്കേണ്ടി വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. എന്നാൽ LDF-നുള്ള PDP പിന്തുണയെ MV ഗോവിന്ദൻ ന്യായീകരിച്ചു. പീഡിപ്പിക്കപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭാഗമല്ലേ കേരളത്തെ സംബന്ധിച്ചിടത്തോളം. മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും നിലപാട് ആദ്യം പരിശോധിക്കണമെന്നും ജമാഅത്ത് ഇസ്ലാമിയുമായി മുഖ്യമന്ത്രി ചർച്ച നടത്തിയിട്ടുണ്ടെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ തിരിച്ചടിച്ചു. വെൽഫെയർ പാർട്ടി നൽകിയത് നിരുപാധിക പിന്തുണയെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫും. എന്നെ കാണാൻ അവർ തലയിൽ മുണ്ടിട്ടല്ല വന്നത്, ഒരു രഹസ്യ ചർച്ചയല്ല, അവർ നേരിട്ടാണ് വന്നത്. ഇതിനു മുൻപും ചർച്ച നടത്തിയിട്ടുണ്ട്. പിണറായി വിജയൻ അവർക്ക് ആരുടെയൊക്കെ പിന്തുണയുണ്ടെന്ന് അവരാദ്യം വ്യക്തമാക്കട്ടെ, എന്നിട്ട് UDF-ന്റെ കാര്യം അന്വേഷിച്ചാൽ പോരെ. നിരുപാധിക പിന്തുണ. ജമാഅത്ത് ഇസ്ലാമി ബന്ധം ചൂണ്ടിക്കാട്ടി മുസ്ലിം ലീഗിനും കോൺഗ്രസിനുമെതിരെ വിമർശനവുമായി AP വിഭാഗം വിദ്യാർത്ഥി സംഘടന SSF-ന്റെ മുഖവാരിക റിസാലയും രംഗത്തെത്തി. എന്നാൽ വെൽഫെയർ PDP പിന്തുണ ചൂണ്ടിക്കാട്ടി ഇരു മുന്നണികൾക്കുമെതിരെ BJP രംഗത്തെത്തി. രണ്ട് മുന്നണികളും തികഞ്ഞ വർഗീയ കാർഡ് ഇറക്കിയാണ് പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. വർഗീയ ശക്തികളുടെ പിന്തുണ തേടി, മതഭീകരവാദ ശക്തികളുടെ പിന്തുണ തേടി തെരഞ്ഞെടുപ്പിൽ ജയിക്കാനുള്ള പരിശ്രമമാണ് LDF-ഉം UDF-ഉം നടത്തിക്കൊണ്ടിരിക്കുന്നത്. UDF ആഗോള മതഭീകരവാദ സംഘടനയായ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ പരസ്യമായി സ്വീകരിച്ചിരിക്കുക. ഇങ്ങനെ കൊണ്ടും കൊടുത്തും പിന്തുണ ചർച്ച നിലമ്പൂരിൽ കടുക്കുകയാണ്. ടീം 24 നിലമ്പൂർ. അഖില ഭാരത ഹിന്ദു മഹാസഭ LDF-ന് പിന്തുണ പ്രഖ്യാപിച്ചത് വിജയരാഘവനുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമെന്ന അവകാശവാദവുമായി സംഘടന. കഴിഞ്ഞ ദിവസമാണ് വിജയരാഘവനുമായി കൂടിക്കാഴ്ച നടത്തിയതെന്ന് അഖില ഭാരത ഹിന്ദു മഹാസഭ സംസ്ഥാന പ്രസിഡന്റ് ദത്താത്രേയ സായി സ്വരൂപ്നാഥ് 24-നോട് പറഞ്ഞു. കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പകർത്തിയ ചിത്രവും 24-ന് ലഭിച്ചു. തെരഞ്ഞെടുപ്പ് കാലത്ത് പലരും ഓഫീസിൽ വരും എന്നായിരുന്നു വിജയരാഘവന്റെ മറുപടി. കഴിഞ്ഞ ദിവസമാണ് അഖില ഭാരത ഹിന്ദു മഹാസഭ LDF-ന് പിന്തുണ പ്രഖ്യാപിച്ചത്. സംഘടനയെക്കുറിച്ച് അറിയുക പോലുമില്ലെന്നായിരുന്നു CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ വാദം. എന്നാൽ വിജയരാഘവനുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് LDF-ന് പിന്തുണ പ്രഖ്യാപിച്ചതെന്ന് അഖില ഭാരത ഹിന്ദു മഹാസഭ സംസ്ഥാന പ്രസിഡന്റ് ദത്താത്രേയ സായി സ്വരൂപ്നാഥ് 24-നോട് പറഞ്ഞു. നേരത്തെ കോടിയേരി ബാലകൃഷ്ണനായിട്ട് ചർച്ച നടത്തി തന്നെയായിരുന്നു വട്ടിയൂർക്കാവ് മുതൽ ഇങ്ങോട്ട് ഇലക്ഷനിൽ വന്നത്. ഇപ്പോൾ ഇന്നലെ അവിടെ നമ്മുടെ വിജയരാഘവൻ സഹായിട്ട് ചർച്ച നടത്തിയിരുന്നു. കാര്യങ്ങളെല്ലാം അവിടെ നിന്ന് തന്നെയായിരുന്നു. അവിടെ ഇന്നലെ പത്രസമ്മേളനം ചെയ്തിരുന്നു. ഒന്നിച്ചു നിൽക്കുന്ന ചിത്രം കൂടി പുറത്തു വന്നതോടെ CPIM നേതാവ് വിജയരാഘവന്റെ പ്രതിരോധം ഇങ്ങനെ. തെരഞ്ഞെടുപ്പ് ഓഫീസിൽ പലരും വരും. അതിപ്പോൾ കാവി എടുത്തവർ വരും, പള്ളിയിലച്ചന്മാർ വരും, മൗലവി വന്നിരുന്നു അവിടെ. അതിങ്ങനെ സാധാരണ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ ആൾക്കാർ വരില്ലേ, അത് വരികയും ഞങ്ങളോട് സംസാരിക്കുകയും ചെയ്യും. അത് ഓഫീസിൽ വരുന്ന ആൾക്കാർ നമ്മൾ പുറത്തിറക്കി വിടാൻ പറ്റില്ല. വിജയരാഘവൻ മണ്ഡലത്തിലുള്ളത് തങ്ങളുടെ ഭൂരിപക്ഷം കൂടാൻ കാരണമാകുമെന്നായിരുന്നു കോൺഗ്രസ് നേതാവ് K മുരളീധരന്റെ പരിഹാസം. ഒരു സംഭവം നടക്കുമ്പോൾ അന്വേഷിക്കേണ്ട ചുമതല ഗവൺമെന്റാണ്, അതല്ലാതെ വിടുവായുത്തം പറയരുത്. പിന്നെ വിജയരാഘവൻ പലതും പറയും. വിജയരാഘവൻ ഈ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ തന്നെ ഉള്ളതാണ് ഞങ്ങളുടെ ഭൂരിപക്ഷം വർദ്ധിക്കാനുള്ള ഏറ്റവും വലിയ സാഹചര്യം ഉണ്ടാക്കുക. അത് ഇവിടെ തന്നെ ഉണ്ടാവണമെന്നാണ് ഞങ്ങൾക്ക് പറയാണ്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും അഖില ഭാരത ഹിന്ദു മഹാസഭ LDF-നെയായിരുന്നു പിന്തുണച്ചത്. 24 തിരുവനന്തപുരം. പേടന്റെ പാട്ട് കാലിക്കറ്റ് സർവകലാശാലയിൽ പാഠ്യവിഷയമാക്കി. അമേരിക്കൻ റാപ്പ് സംഗീതവും മലയാളം റാപ്പ് സംഗീതവും തമ്മിലുള്ള താരതമ്യ പഠനം എന്ന നിലയ്ക്കാണ് വേടന്റെ പാട്ട് സിലബസിൽ ഇടം പിടിച്ചത്. മൈക്കിൾ ജാക്സന്റെ ദേ ഡോണ്ട് കെയർ എബൌട്ട് അസിനൊപ്പമാണ് വേടന്റെ ഭൂമി ഞാൻ വാഴുന്നിടം എന്ന പാട്ടും താരതമ്യ പഠനത്തിൽ ഉൾപ്പെടുത്തിയത്. കാലിക്കറ്റ് സർവകലാശാല BA മലയാളം 4ാം സെമസ്റ്ററിലാണ് വേടന്റെ പാട്ട് മൈനർ ഓപ്ഷനാക്കി പരിഗണിച്ചത്. 24 ബിഗ് ഇമ്പാക്ട്. കേരളത്തിലെ രാസലഹരി കേന്ദ്രങ്ങളെക്കുറിച്ചുള്ള 24 റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അടിയന്തര യോഗം വിളിച്ച് മുഖ്യമന്ത്രി. ഈ മാസം 23-ന് രാവിലെ 11:30-ക്കാണ് യോഗം. ചീഫ് സെക്രട്ടറി, സംസ്ഥാന പോലീസ് മേധാവി, എക്സൈസ് കമ്മീഷണർ എന്നിവർ യോഗത്തിൽ പങ്കെടുക്കും. ലഹരിക്കും അക്രമത്തിനുമെതിരെ 24 ചീഫ് എഡിറ്റർ R ശ്രീകണ്ഠൻ നായർ നടത്തിയ കേരള യാത്രയിൽ കണ്ടെത്തിയ വിവരങ്ങളാണ് സമഗ്ര റിപ്പോർട്ടായി മുഖ്യമന്ത്രിക്ക് കൈമാറിയത്. അരുത് അക്രമം, അരുത് ലഹരി, അരുതരുതരുത വിവേകം, അരുത് അക്രമം, അരുത് ലഹരി, അണിചേരുക നാം ഒന്നായി. അരുത് ലഹരി, അരുതക്രമം എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് മാധ്യമ ജീവിതത്തിന്റെ 40-ാം വർഷം ആഘോഷങ്ങൾ മാറ്റിവെച്ച് 24 ചീഫ് എഡിറ്റർ R ശ്രീകണ്ഠൻ നായർ ജനകീയ യാത്ര നടത്തിയത്. ലഹരി കേന്ദ്രങ്ങളെയും ലഹരി തകർത്ത ജീവിതങ്ങളെയും തുറന്നുകാട്ടിയ യാത്രയിൽ 10,000-ങ്ങളാണ് നേരിട്ട് പങ്കെടുത്തത്.
തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ 1 മാസം നീണ്ട യാത്രയിൽ നിന്ന് ലഭിച്ച വിവരങ്ങളാണ് മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ടായി SKNും 24 ടീമും നൽകിയത്. സമർപ്പിച്ച റിപ്പോർട്ട് പരിഗണിച്ച മുഖ്യമന്ത്രി വിവരങ്ങൾ ഗൗരവമുള്ളതെന്ന് വിലയിരുത്തുകയായിരുന്നു. തുടർന്നാണ് ചീഫ് സെക്രട്ടറിയും സംസ്ഥാന പോലീസ് മേധാവിയും എക്സൈസ് കമ്മീഷണറും ഉൾപ്പെടെയുള്ളവരുടെ ഉന്നതതല യോഗം മുഖ്യമന്ത്രി വിളിച്ചു ചേർത്തത്. ഈ മാസം 23 നടക്കുന്ന ഉന്നതതല യോഗത്തിൽ 24 റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സ്വീകരിക്കേണ്ട നടപടികൾക്ക് മുഖ്യമന്ത്രി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകും. വിഷയത്തിൽ ഉന്നതതല യോഗം വിളിച്ചു ചേർത്ത മുഖ്യമന്ത്രിയെ 24 ചീഫ് എഡിറ്റർ R. ശ്രീകണ്ഠൻ നായർ അഭിനന്ദിച്ചു. മുഖ്യമന്ത്രി ധീരമായ നിലപാടുകളോട് മുന്നോട്ട് പോകട്ടെ. പ്രതിപക്ഷം കലവറയില്ലാത്ത പിന്തുണ അദ്ദേഹത്തിന് നൽകട്ടെ. അതുപോലെ പൊതുപ്രവർത്തകരും ജനങ്ങളും അധ്യാപക രക്ഷകർത്തൃ സമിതികളും വിദ്യാലയ സംരക്ഷണ സമിതികളും ഒക്കെ തന്നെ മുഖ്യമന്ത്രിയുടെ കരങ്ങൾക്ക് ശക്തി പകരട്ടെ ഈ കാര്യത്തിൽ എന്നാണ് നമുക്ക് പറയാനുള്ളത്. മയക്കുമരുന്ന് ലോബികളെ കേരളത്തിൽ നിന്ന് എന്നേക്കുമായി ആട്ടി ഓടിക്കാനുള്ള മുഖ്യമന്ത്രിയുടെ തീരുമാനങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുന്നു. സംസ്ഥാനത്തെ ലഹരി കേന്ദ്രങ്ങളെക്കുറിച്ചും വിൽപ്പന വിതരണ രീതിയെക്കുറിച്ചും പ്രതിപാദിക്കുന്ന റിപ്പോർട്ട് ലഹരി വിരുദ്ധ പോരാട്ടങ്ങൾക്ക് സർക്കാരിന് സഹായകരമാകുമെന്നാണ് മുഖ്യമന്ത്രിയുടെ വിലയിരുത്തൽ. അരുൺ രാജ്, 24 കൊല്ലം. തിരുവനന്തപുരം ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ആശുപത്രി ഉപകരണങ്ങൾ ഇല്ലാത്തതിന്റെ പേരിൽ മാറ്റിവെച്ച ശസ്ത്രക്രിയകൾ പുനരാരംഭിച്ചു. 24 ബിഗ് ഇംപാക്ട് മുടങ്ങിയ 6 ശസ്ത്രക്രിയകൾ ഇന്ന് നടത്തി. അമൃത് ഫാർമസി വഴി ഉപകരണങ്ങൾ എത്തിച്ചതോടെയാണ് പ്രതിസന്ധിക്ക് പരിഹാരമായത്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ സാന്നിധ്യത്തിൽ ചേർന്ന യോഗത്തിലാണ് പ്രശ്ന പരിഹാരത്തിന് ഉചിതമായ തീരുമാനം എടുത്തത്. രോഗികൾക്ക് മേൽ അമിതഭാരം അടിച്ചേൽപ്പിക്കില്ലെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി 24നോട് പറഞ്ഞു. പ്രൈം ടൈം വിത്ത് SKനിലാണ് സുരേഷ് ഗോപി ഇക്കാര്യം അറിയിച്ചത്. പ്രധാനപ്പെട്ട ഡോക്ടേഴ്സും ഡയറക്ടറും ബാക്കി അഡ്മിനിസ്ട്രേഷനും ഒന്നുകൂടി ഇരുന്ന് ഒരു മെമ്മറാൻഡം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടായി. അതിന്റെ ഒരു പശ്ചാത്തലത്തിൽ ഇന്ന് എഗ്രിമെന്റ് സൈൻ ചെയ്ത് കാത്ത് ലാബിലേക്കുള്ള മെറ്റീരിയൽ സപ്ലൈയും ആരംഭിച്ചു കഴിഞ്ഞു. ഈ മുടങ്ങിപ്പോയി എന്ന് പറയുന്ന അല്ലെങ്കിൽ മുടക്കം വരുത്തി എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ ഇൻഫർമേഷന്റെ വെറാസിറ്റി ഇപ്പോഴും പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. പക്ഷെ അങ്ങനെ വലിയ കേടുപാടുകളൊന്നും കൂടാതെ തന്നെ ഇത് പുനഃക്രമീകരിക്കാൻ ഉള്ള ഒരവസരം തീർച്ചയായിട്ടും ഉണ്ടായി ഇന്നലത്തെ ചർച്ചയിലൂടെ. 2023 ശേഷം കരാർ പുതുക്കാതെ ഉപകരണങ്ങൾ വിതരണം ചെയ്തിരുന്ന കമ്പനികൾ ഇനി മുന്നോട്ടു പോകാനാകില്ല എന്ന നിലപാടെടുത്തതോടെയാണ് ഉപകരണങ്ങൾക്ക് ക്ഷാമമുണ്ടായത്. കമ്പനികളുടെ മുന്നറിയിപ്പ് കണക്കിലെടുക്കാതെ ആശുപത്രി അധികൃതർ മുന്നോട്ടു പോയതാണ് രോഗികളെ വലച്ചത്. ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങളിൽ 16 റൗണ്ട് പോരാട്ടത്തിന് അർജന്റീനയും ബ്രസീലും കളത്തിലേക്ക്. ഇന്ത്യൻ സമയം നാളെ പുലർച്ചെ 5:30 നടക്കുന്ന മത്സരത്തിൽ കൊളംബിയയാണ് അർജന്റീനയുടെ എതിരാളികൾ. ബ്രസീൽ രാവിലെ 6:15 പരാഗ്വയെ നേരിടും. 2026 ലോകകപ്പിന് 4 മത്സരങ്ങൾ ബാക്കി നിൽക്കെ യോഗ്യത നേടിയ ലോക ചാമ്പ്യന്മാരായ അർജന്റീന കഴിഞ്ഞ കളിയിൽ ചിലയെ ഒറ്റ ഗോളിന് തോൽപ്പിച്ച് ലാറ്റിൻ അമേരിക്കൻ മേഖലയിൽ 1ാം സ്ഥാനവും ഉറപ്പിച്ചു കഴിഞ്ഞു. 15 കളിയിൽ 11 ജയം ഉൾപ്പെടെ 34 പോയിന്റുള്ള അർജന്റീനയ്ക്ക് 2ാം സ്ഥാനത്തുള്ള ഇക്വഡോറിനേക്കാൾ 10 പോയിന്റ് കൂടുതൽ. 19 ഗോളിന്റെ വൻ ഗോൾ ഡിഫറൻസും ആൽബി സെലസ്റ്റകൾക്ക് സ്വന്തം. ശേഷിക്കുന്ന മത്സരങ്ങൾ പരീക്ഷണങ്ങൾ നടത്താൻ തുനിയുന്ന ലിയോണൽ സ്കലോണിക്ക് മുന്നിൽ ഇനി കൊളംബിയൻ കടമ്പ. കഴിഞ്ഞ മത്സരത്തിൽ 2ാം പകുതിയിൽ ഇറങ്ങിയ നായകൻ ലിയോണൽ മെസ്സിയെ ഇന്ന് തുടക്കം മുതൽ കാണാനാവും ആരാധകർക്ക്. സസ്പെൻഷൻ കഴിഞ്ഞ നിക്കോളാസ് ഒട്ടാമെന്റിയും എൻസോ ഫെർണാണ്ടസും തിരിച്ചെത്തുന്നതും ചാമ്പ്യന്മാരെ കൂടുതൽ കരുത്തരാക്കും. കാർലോ ആഞ്ചലോട്ടി പരിശീലകനായി എത്തിയിട്ടും കാലക്കേട് മാറാത്ത ബ്രസീലിന് ഇനി പരാഗ്വെ പരീക്ഷണം. 15 കളിയിൽ 22 പോയിന്റ് മാത്രമുള്ള ബ്രസീലിന് ലോകകപ്പ് യോഗ്യതാ പ്രതീക്ഷ നിലനിർത്താൻ ജയം അനിവാര്യം. ക്ലബ് ഫുട്ബോളിൽ ഗോളടിച്ച് തകർക്കുന്ന വിനീഷ്യസ് ജൂനിയറും റഫീനിയുമെല്ലാം ദേശീയ കുപ്പായത്തിൽ നിറയൊഴിക്കാത്തതിൽ ഉയരുന്ന വിമർശനങ്ങളും പരിഹാസങ്ങളുമെല്ലാം കുറച്ചൊന്നുമല്ല. പരാഗ്വയ്ക്കെതിരെ ഇതിന് പരിഹാരമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ബ്രസീൽ ആരാധകർ. സ്പോർട്സ് ഡെസ്ക് 24. ഗൾഫ് ഫോക്കസ് പൂർത്തിയാകുന്നു. ഗുഡ് നൈറ്റ്.